ഇന്ത്യയുടെ ഓർഡിനറി ലെജിസ്ലേഷൻസ്, അതായത് സാധാരണ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള നിയമനിർമ്മാണ സഭയായും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അങ്ങനെ ഒരു ബോഡിയായും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസിലുപരി മറ്റെന്തെങ്കിലും പ്രവൃത്തി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെന്നല്ല, ചെയ്തിട്ടുണ്ട്. അതർ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ആ ഫംഗ്ഷൻസ് ആണ് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ കാണുന്നത്, ഈ പ്രസ്താവനകളിൽ കാണുന്നത്. പക്ഷേ ഈ പ്രസ്താവനയിൽ ഒരു ഡേറ്റ് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ചോദ്യമായി വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് പരിശോധിച്ച് നോക്കാം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റാറ്റിഫൈഡ് ഇന്ത്യസ് മെമ്പർഷിപ്പ് ഓഫ് ദ കോമൺവെൽത്ത് ഇൻ മെയ് 1949. ശരിയാണ്. 1949 മെയ് മാസമാണ് ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ റാറ്റിഫൈ ചെയ്യുന്നത്, പ്രമാണീകവൽക്കരിക്കുന്നത്. ദ സെക്കൻഡ് വൺ അവിടെ നിൽക്കട്ടെ, നമുക്ക് തേർഡ് വണ്ണിലേക്ക് പോകാം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റഡ് ദ നാഷണൽ സോങ് ഓൺ ജാനുവരി 24, 1950. ശരിയാണ്. 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നാഷണൽ സോങ് അംഗീകരിക്കുന്നത്. ആ ഡേറ്റ് വളരെ വളരെ ശരിയാണ്. അപ്പോൾ അതിൽ തന്നെ യാതൊരു തെറ്റും ആ സ്റ്റേറ്റ്മെന്റിലില്ല. 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നാഷണൽ സോങ് അംഗീകരിക്കുന്നത്. അത് ശരിയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റഡ് ദ നാഷണൽ ആന്തം ഓൺ ജാനുവരി 24, 1950. അതേ ദിവസം തന്നെ ജാനുവരി 24, 1950 തന്നെ നമ്മുടെ നാഷണൽ സോങ്, നാഷണൽ ആന്തം ഇത് രണ്ടും ഒരേ ദിവസം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റഡ് നാഷണൽ ഫ്ലാഗ് ഓൺ ജൂലൈ 22, 1953. ഈ വർഷമാണ് ഇതിൽ തെറ്റ്, ഡേറ്റ് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ബി ആണ് തെറ്റായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് കിടക്കാം, അതിന്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം. ഓപ്ഷൻ ബി ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ഫാക്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഡേറ്റ് ശരിയാണ്, ജൂലൈ 22 അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വർഷം എന്ന് പറയുന്നത് 1947 ആണ്. 1947 ജൂലൈ മാസം 22 തീയതിയാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. 47 ജൂലൈ 22. ബാക്കിയെല്ലാം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയ് 1949 ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വം റാറ്റിഫൈ ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ, നമ്മുടെ ദേശീയ ഗാനം എന്നറിയപ്പെടുന്നത് വന്ദേ മാതരം. ദെൻ ദേശീയ ഗീതം അല്ലേ, ജനഗണമന. അത് രണ്ടും എന്നാണ് ജാനുവരി 24, 1950 ഭരണഘടനാ നിർമ്മാണ സഭ അത് അംഗീകരിക്കുന്നത്. ഇന്ത്യയുടെ സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുക എന്ന ചുമതല അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയതിനു ശേഷമാണ്. അതുകൂടാതെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുക. ഈ രണ്ട് ഫംഗ്ഷൻസ് കൂടാതെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വർഷം കൃത്യമായി നോക്കി വെച്ചേക്കുക. 47 ജൂലൈ 22 ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചിരിക്കുന്നത്.